പ്രൈസ് ലോർഡ്. ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ദൈവം ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വീണവരുന്നവനായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയിക്കും. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം 84 സങ്കീർത്തനം അതിന്റെ 6ഉം 7ഉം വാക്യം ഇങ്ങനെ പറയുന്നു: കണ്ണുനീർ താഴ്വര കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീർന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നെത്തുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ ഹല്ലേലൂയ ഈ സങ്കീർത്തനം ഈ കോരഹപുത്രന്മാരാണ്. ദൈവാലയത്തെ കുറിച്ചുള്ള വാഞ്ച ഹല്ലേലൂയ ആണ് ഈ സങ്കീർത്തനത്തിലൂടെ പറയുവാൻ കഴിയുന്നത്. ഇവിടെ ഹല്ലേലൂയ അവർ എന്ന് പറയുന്നു. ഹല്ലേലൂയ അതിന്റെ 5ആം വാക്യം നാം വായിക്കുമ്പോൾ, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവർക്ക് സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. അപ്പോൾ ഈ 6ഉം 7ഉം വാക്യം ആരെ കുറിച്ചാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ ബലം യേശുവിലുള്ള മനുഷ്യനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ബലം നിന്നിലുള്ള മനുഷ്യൻ, അതായത് യേശുവിൽ ബലമുള്ള, യേശു ബലമായിരിക്കുന്ന, യേശുവിന്റെ ശക്തിയിൽ അല്ലെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ആമേൻ ദൈവത്തിന്റെ ശക്തിയാൽ നിലനിൽക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. അവൻ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള മനസ്സ് സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട്. നമുക്ക് വഴിയെ കുറിച്ച് അറിയാം, പക്ഷെ എന്നാൽ പെരുവഴി എന്ന് പറയാം പല വിധത്തിലുള്ള വഴികൾ. ഹല്ലേലൂയ നീണ്ടു നിവർന്നു കിടക്കുന്ന വീതിയേറിയ വഴികൾ. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ് ബലം നിന്നുള്ള മനുഷ്യനാണ് ഹല്ലേലൂയ സിയോനിലേക്കുള്ള എന്ത് പെരുവഴികളുള്ളത്, വലിയ വഴികളുള്ളത്, വിശാലമേറിയ വഴികളുള്ളത്. ഹല്ലേലൂയ. അവർ എന്ത് ചെയ്യുക? കണ്ണുനീർ താഴെ കൂടെ കിടക്കുമ്പോൾ അത് ജലാശയമായി തീരും. ഇവിടെ പറയുന്നത് ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട്. അപ്പോ ഈ പെരുവഴി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയുള്ള വഴികളുണ്ട്. ഒന്ന് പെരുവഴി എന്ന് പറഞ്ഞാൽ ആരുമില്ലാത്ത വഴികൾ. ഹല്ലേലൂയ. സഹായിപ്പാൻ ആരുമില്ലാത്ത ഇരുട്ടേറിയ വഴികൾ. ഹല്ലേലൂയ. ആത്മീയ ജീവിതത്തിൽ നാം ജീവിക്കുമ്പോൾ പ്രയാസമേറിയ വഴികൾ കടന്നു വരും, കഠിനമായ ശോധനയുള്ള വഴികൾ കടന്നു വരും, മുള്ളുകൾ കൂടെയുള്ള വഴികൾ കടന്നു വരും. ഹല്ലേലൂയ. വിശാലതമേറിയ വഴികളാണ് നാം വിചാരിച്ചാലും ചില സമയങ്ങളിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിത പ്രതിസന്ധികൾ കടന്നു വരും. ആരും സഹായമില്ലാത്ത അവസ്ഥകൾ കടന്നു, കടലിൽ അകപ്പെട്ടതുപോലെ കാറ്റും കോളും നമ്മുടെ ജീവിതം കടന്നടിക്കുമ്പോൾ ഹല്ലേലൂയ ഇവിടെ പറയുകയാണ് ഹല്ലേലൂയ കഷ്ടങ്ങൾ കടന്നു വരുമ്പോ, വേദനകൾ കടന്നു വരുമ്പോ ഹല്ലേലൂയ അനേക ഹല്ലേലൂയ പെരുവഴികൾ ഹല്ലേലൂയ നമ്മെ വേദനിപ്പിക്കുന്ന അനുഭവം, ഇരുട്ടിന്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ പറയുകയാണ് നാം എന്ത് ചെയ്യും? കണ്ണുനീർ താഴിൽ കൂടെ കടന്നു പോകുവാനിടയാകും. വേദനയുടെ അനുഭവത്തിലൂടെ കടന്നു പോകാനിടയാകും. നമുക്ക് താങ്ങുവാൻ കഴിയാത്ത പ്രതിസന്ധികളും വേദന നാം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയം തകരുവാനിടയാകും. നാം വേദനപ്പെടുവാൻ, നാം നിലവിളിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ പറയുകയാണ് കണ്ണുനീർ കാഴ്ച കൊണ്ട് നടക്കുമ്പോൾ അതിനെ അവർ എന്ത് ജലാശയമായി തീരും. ഹല്ലേലൂയ. ഈ ബലം നിന്നുള്ള മനുഷ്യൻ ഹല്ലേലൂയ ആ പെരുവഴിയിലൂടെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ എന്ത് ചെയ്യും? ഹല്ലേലൂയ അവരുടെ കണ്ണുനീർ താഴ്ച കൂടെ കടന്നു പോകേണ്ട അവസ്ഥ വരും. എന്നാൽ അവർ അതിനെ ജലാശയം, അവരുടെ കണ്ണുനീരാൽ ജലാശയമായി തീർക്കും. ജലാശയം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ഒരുപാട് വെള്ളങ്ങൾ, അളക്കുവാൻ കഴിയാത്ത വെള്ളങ്ങൾ കൂടി കലർന്നിരിക്കുന്ന സമുദ്രം. ഹല്ലേലൂയ. അവരുടെ കണ്ണുനീര് സമുദ്രം പോലെ ആയിത്തീരും. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ് മുൻമഴയാൽ അത് അനുഗ്രഹപൂർണ്ണമായി. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ എന്ത് ചെയ്യും? അവരുടെ കണ്ണുനീർ നാളുകളിൽ അനുഗ്രഹമായി തീരും. അവർ സിയോനിലേക്ക്, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരും. ആത്മീയ വളർച്ച അവർക്കുണ്ടാകും. അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വെളിപ്പെട്ടു വരും. ദൈവിക ആലോചനകൾ, ദൈവിക പദ്ധതികൾ അവരുടെ ജീവിതത്തിന് മേൽ ഹല്ലേലൂയ നിവർത്തിക്കുവാനിടയാകും. ഇവിടെ പറയുകയാണ് ഹല്ലേലൂയ മുൻമഴയാൽ അനുഗ്രഹപൂർണ്ണമായി. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ, ആത്മീയ അനുഗ്രഹത്താൽ അത് അനുഗ്രഹപൂർണ്ണമായി തീരും. എന്നിട്ട് പറയുകയാണ് അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കും. അതെ ദൈവം ബലം ദൈവത്തിലുള്ള മനുഷ്യൻ എന്ത് ചെയ്യും? മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിപ്പാനിടയാവും. അവൻ മേൽക്കുമേൽ ദൈവശക്തി പ്രാപിക്കുവാനിടയാവും. അവൻ മേൽക്കുമേൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ശക്തിയായി ജീവിക്കും. ഹല്ലേലൂയ. അങ്ങനെ അവരെല്ലാവരും ദൈവത്തിന്റെ സന്നിധി ചെന്നെത്തും. വിശാലത്തിമേൽ പെരുവഴിയിലൂടെ കടന്നു പോയിട്ട് ഹല്ലേലൂയ
ജീവിതത്തിൽ അല്ലെങ്കിൽ ഇടുക്കങ്ങളും ഞെരുക്കങ്ങളും കടന്നു വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിന് ശക്തിയുള്ള ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കുന്ന ദൈവ പൈതൽ എന്ത് ചെയ്യും? അവൻ ഹല്ലേലൂയ അവസാനിക്കത്തില്ല, അവന്റെ ജീവിതം മുടങ്ങത്തില്ല. പകരം എന്ത് ചെയ്യും? അവൻ ദൈവത്തിന്റെ സന്നദ്ധി ചെന്നെത്തും. അവൻ ദൈവത്തിന്റെ സന്നദ്ധി പൂർണ്ണമുള്ളവനായി മാറും. ദൈവ സന്നിധിയിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ യാഗപീഠത്തില് അവൻ അവനെ തന്നെ സമർപ്പിക്കും. ഹല്ലേലൂയ അവൻ ദൈവ സന്നിധി ചെന്നെത്തും. ഹല്ലേലൂയ അതിന്റെ 5-ാം വാക്യത്തിലാണ് ഇതിന്റെ കണ്ടന്റ് ഉള്ളത്. ബലം നിന്നിലുള്ള മനുഷ്യനാണ് ഭാഗ്യവാൻ. അതിന്റെ മുകളിൽ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ എന്ത് ചെയ്യും? ദൈവത്തെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ ആലയത്തിൽ ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ജീവിതത്തിന് മേൽ ബലം ഉണ്ടാകുവാനിടയാകും. ആ ബലത്തിലൂടെ ഹല്ലേലൂയ അവൻ കടന്നു പോകുമ്പോൾ പ്രതിസന്ധികളും പ്രതികൂലം കടന്നു വന്നാലും, വേദനകൾ കടന്നു വന്നാലും, ഹല്ലേലൂയ തകർച്ചകൾ കടന്നു വന്നാലും, ഹല്ലേലൂയ അവൻ തകർന്നു പോവുകയല്ല ചെയ്യുന്നത്. അവൻ സിയോനിൽ ദൈവത്തിന്റെ സന്നിധി ചെന്നെത്തുവാനിടയാകും. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടല്ലേ? നമുക്ക് പുറമേ ബലത്തിൽ ആശ്രയിക്കുവാൻ ആരുമില്ലെങ്കിലും ഹല്ലേലൂയ ഒരു ദൈവ പൈതൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ബലത്തിൽ ആശ്രയിക്കണം. എന്താ പറയാ, കണ്ണുനീരിന്റെ അവസ്ഥയിലൂടെ ഹല്ലേലൂയ രാത്രി കാലങ്ങളിൽ ഹല്ലേലൂയ കണ്ണുനീരിന്റെ അവസ്ഥയിലൂടെ നാം കടന്നു പോയാലും നമ്മുടെ തലയണകൾ കണ്ണുനീർ കൊണ്ട് കുതിർന്നാലും നോക്കുക, കണ്ണുനീരൊന്നും നഷ്ടമല്ല. അതൊക്കെ നാളുകളിലല്ലേ മുൻവഴിയാൽ അത് അനുഗ്രഹപൂർണമായി തീരും. അവർ എന്ത് ചെയ്യും? ഹല്ലേലൂയ ദൈവത്തിന്റെ മേൽക്കുമേൽ ബലം ആത്മീക ബലം പ്രാപിക്കും. ഹല്ലേലൂയ അവരെല്ലാവരും ദൈവത്തിന്റെ സന്നദ്ധിയിൽ ചെന്നെത്തും. ഹല്ലേലൂയ അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുവാൻ, ദൈവകൃപയിൽ ആശ്രയിക്കുവാൻ. പ്രതിസന്ധികൾ കടന്നു വരും. ആത്മീയ ജീവിതത്തിൽ ഹല്ലേലൂയ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ജീവിതമല്ല. ഹല്ലേലൂയ അത് പോരാട്ടം നിറഞ്ഞ ജീവിതമാണ്. ഹല്ലേലൂയ നമ്മുടെ 4 പാടും ഹല്ലേലൂയ നമുക്ക് പ്രതിസന്ധികൾ കടന്നു വരാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കും ദൈവ പൈതൽ എന്ത് ചെയ്യും? എത്ര പ്രതിസന്ധികൾ കടന്നു വന്നാലും അവൻ എന്ത് ചെയ്യും? ദൈവത്തിന്റെ സന്നിധി ചെന്നെത്തും. അവിടെ നിന്ന് പിൻവാങ്ങുകയല്ല. ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധി ഉറച്ചു നിന്നുകൊണ്ട് മുൻവഴിയാൽ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ അവൻ അനുഗ്രഹപ്പെടുവാനിടയാകും. ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയായ പുണ്യ സിയോനിൽ ഹല്ലേലൂയ ഹല്ലേലൂയ സ്വർഗ സിയോനിൽ നാം എത്തപ്പെടുവാനിടയാകും. വിശ്വാസത്തോടെ ജീവിക്കുമെങ്കിൽ ഹല്ലേലൂയ ഒരു അല്പം പോലും ദൈവത്തിലുള്ള വിശ്വാസം കുറഞ്ഞു പോകാതെ തീക്ഷ്ണതയോടെ ജീവിപ്പാൻ ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും ദൈവം ഇടയാക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഒന്നിച്ച് സഹായിക്കുകയും മാനിക്കുകയും ഉയർത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.